ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടി ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ആ സവാളയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ പൊടി ചേർക്കുന്നതും അതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി ചേർക്കുന്നതും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാബേജാണ്. നീളത്തിലരിഞ്ഞ് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ അടച്ചൊന്നും വെച്ച് കൊടുക്കുന്നില്ല, തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ പച്ചക്കറിയൊക്കെ ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വരും. ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലാണ് പച്ചക്കറികളൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി അടച്ചു വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മുട്ട ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. ഒരു 1/4 കപ്പ് അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എരിവിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. കുരുമുളകും ചില്ലി ഫ്ലേക്സും ആണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വേണ്ടുന്നത് കുറച്ച് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് അരിപ്പൊടി ഇട്ട് കൊടുക്കരുത്. വളരെ കുറച്ച് അരിപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് കിട്ടും. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി ഒരുപാട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ കൈയൊന്ന് വാഷ് ചെയ്ത ശേഷം കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടകിയ ശേഷം നമ്മൾ ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കയ്യിലൊരൽപ്പം എണ്ണയൊന്ന് തടകിയ ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാടങ്ങ് കനം കുറയരുത് കേട്ടോ. കാരണം ഈ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് തിക്കായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്.
കയ്യിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. കുറേശ്ശെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഞാനതൊന്ന് ഒതുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മാവും കൂടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതേ രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം. ഈ ഫില്ലിങ്സ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് സീൽ ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മളിത് ചെയ്തെടുക്കുമ്പോഴേ പൊട്ടിപ്പോകരുത്. അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇതേ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി കയ്യിൽ ഇതുപോലെ വെച്ചൊന്ന് ഒതുക്കി കൊടുത്തിട്ട് നമ്മുടെ താമരമുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്നും പുറത്തു വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 4 നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നമുക്കിത് 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബ്രെഡ് ക്രംസിൽ ഇതേ രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ബ്രെഡ് ക്രംസ് ഒക്കെ നമ്മൾ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലും ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ബ്രെഡ് എടുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ ഒരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ എണ്ണ ഒരുപാട് ചൂടാവാൻ പാടില്ല. എണ്ണ ചെറിയ രീതിയിൽ മാത്രമേ ചൂടാകാവൂ. ബ്രെഡ് ക്രംസിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറമൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഒരു രീതിയിൽ ചൂടാവുക മാത്രമേ ആകാവൂ. അപ്പോൾ നമ്മൾ 3 ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഉടനെ ഒന്നും നമ്മളിത് തിരിച്ചിടരുത് കേട്ടോ. 1 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഇട്ട് കൊടുത്ത ശേഷം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അത് 1 ആയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായയുടെ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.